ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളൊരു തോറ്റത്തുമ്മേ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. അതായത് വെറുതെ ഇരുന്നപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഒരു കൊല്ലം ഇത്ര കൺട്രി കവർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഈ കൊല്ലം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അത്ര അങ്ങോട്ട് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ 2-3 ദിവസം ലീവ് ഉണ്ട് നമുക്ക് ക്രിസ്മസിന്റെ അനുബന്ധിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. പെട്ടെന്ന് ട്രെയിൻ ബുക്ക് ചെയ്ത് നമ്മള് ഇവിടുത്തെ യൂറോപ്പിലെ ലാർജസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയക്കാണ് നമ്മൾ ഇന്ന് പോകണത് കേട്ടോ. വിയന. എനിക്ക് എപ്പോഴും വിയറ്റ്നാം എന്ന് വരും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓസ്ട്രിയ എന്ന് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ വിയനയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇതുവരെ പോയതില് വ്യത്യസ്തപ്പെട്ട് നമ്മൾ ഈ വട്ടം പോകുന്നത് ട്രെയിനിലാണ്. 14 അവറാണ് നമ്മൾക്ക് ആംസ്റ്റർഡാം സെന്ററിൽ നിന്ന് വിയന്ന സെന്റർ വരെ പോകാനായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങള് ഈ വട്ടം കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന വീഡിയോസിന്റെ ഇതിലും ചോദിക്കാറുണ്ട്. എല്ലാവരും 1-2 പേര് കിട്ടാം, നമുക്ക് അത്ര പേരല്ലേ ഉള്ളൂ ഗൈസ് നമ്മുടെ ചാനൽ കാണാനായിട്ട്. എന്നാലും അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരിക, നിങ്ങളത് എങ്ങനെയാണ് മീറ്റ് ചെയ്യാറെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വട്ടം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമ്മൾ തിരിച്ചു വരുന്ന വരെയുള്ള എല്ലാ ബഡ്ജറ്റും ഇതിൽ ഉൾക്കൊള്ളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, എല്ലാം ഇനി വഴിയെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം പെട്ടെന്നുണ്ടായ ട്രിപ്പാണ്. പിന്നെ വേറെ ഒരു ടിസ്റ്റും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തു. പക്ഷെ അതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് 14 അവർ ഉണ്ട്. അതായത് നൈറ്റാണ് നമ്മൾ ഇവിടുന്ന് പോകണേ. കിടക്കാനൊന്നും പറ്റുന്ന സീറ്റല്ല നമ്മൾ ബുക്ക് ചെയ്ത ആ സീറ്റുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇരുന്ന് പോകുന്ന സീറ്റിലാണ് നമ്മളിത് പോകുന്നത്. അപ്പൊ ഞാനത് കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിത് ശ്രദ്ധിച്ചേ. അപ്പൊ നോക്കിയപ്പോ അതിൽ പറയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ TTR പോലത്തെ ഒരാള് വരും. അപ്പൊ ആളോട് ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആള് നമ്മൾ അങ്ങോട്ട് കയറ്റിത്തരും. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നിട്ടില്ല അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടാണ് ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പോകും ഗൈസ്. പിന്നെ ഞങ്ങളുടെ പെട്ടില് ഫുള്ള് നമ്മുടെ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ നമ്മൾ നിറച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് ഈ വട്ടത്തെ എന്തായാലും ഞാൻ വെറുതെ പറയില്ല, അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് പോയാലോ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് 4 മണിക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചത് 6 മണിക്കാട്ടോ. നമ്മുടെ അവിടെ നിന്ന് ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റിൽ എത്തേണ്ടതാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ ഹോളിഡേയ്സ് ആയ കാരണം കൊണ്ട് ബസ്സുകളൊന്നും തന്നെ മര്യാദയ്ക്ക് ഓടുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങള് ഒരു ബസ്സിൽ കയറി നോഡിൽ വന്നിട്ട് മെട്രോ എടുത്തിട്ടാണ് ഇവിടേക്ക് എത്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ചൂച്ചുണ്ടാവും മുട്ടിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ അവസാനം WC കണ്ടുപിടിച്ചു. അതിന്റെ മുൻപത്തെ ക്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴേക്കും എന്റെ ചൂച്ചി പോകും. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. ഇനി നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ട്രെയിൻ പിടിച്ച് പോകാനായിട്ട് കേട്ടോ. ഞങ്ങൾ വേഗം പോട്ടെ, 1 മണിക്കൂർ ഇല്ല അല്ലേ, അപ്പോഴേക്കും ട്രെയിൻ വരും. അപ്പൊ ഞങ്ങള് വേഗം പോയി ഫുഡ് വാങ്ങട്ടെ കേട്ടോ. ഇതിന്റെ പേരൊന്ന് കറക്റ്റ് പറയണെങ്കിൽ ഡോണർ കബാബ് കമ്പനി ആണ് കടയുടെ പേര്. അതാണ്, പക്ഷെ ഇതിന്റെ പേര് സംതിങ് ടർക്കിഷാണ്. ടർക്കിഷാണ്. 2 ഡോണർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഡോണർ പീറ്റ ബ്രെഡ് പോലത്തെയാണ് എടുത്തിരിക്കുന്നത്. ഇത് റാപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടർക്കിഷ് ആകുമ്പോ തന്നെ നമുക്ക് ഒരുവിധം ടേസ്റ്റ് കുഴപ്പമുണ്ടാവില്ല. നമ്മള് റിഗിയത് കിങ്ങൂന്ന് വെക്കില്ലേ ആ ടേസ്റ്റ്. നല്ല രസം. ഇതിന്റെ ക്യാഷ് ഞാൻ ഇടാം കേട്ടോ, അടിയിലിടാം. എന്തായാലും ട്രെയിനിൽ കയറാൻ പോവാണല്ലോ. അതിലൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇൻ കേസ് ഞാൻ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് വെച്ചിരുന്നാലോ. അപ്പം ഞങ്ങൾ ഇതാ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതാണ് നൈറ്റ് ജെറ്റ്. നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഇരിക്കാനുള്ള സീറ്റാണ്. 255 255 ഇതിലാണ് നമ്മൾ പോകണത്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയാലോ. ഞാൻ ഉള്ളിലോട്ട് കയറി നമ്മുടെ ക്യാബിൻ ടൂറൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും അവിടെ നമ്മുടെ ക്യാബിൽ ആകെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ. സോ ഞാൻ വിചാരിച്ചു നാളെ നമ്മൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങുമല്ലോ, അപ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ.
പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫ്ലെക്സ് ബസ്സിലൊക്കെയാണ് ഞാൻ മുൻപ് ഇങ്ങനെ ദൂരേക്കുള്ള യാത്രകളൊക്കെ പോയിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രാഗിലേക്കൊക്കെ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത് വെറും ചാടിയല്ല കേട്ടോ വായിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാബിൻ കേട്ടോ. ഇതിലിപ്പോ ഏകദേശം 6 പേർക്കാണ് ഇരിക്കാനായിട്ട് പറ്റുക. ഇത് കണ്ടോ, ഇങ്ങനെ 2 സീറ്റും അടുപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ചെറിയ ബെഡ് പോലെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ വട്ടം നമ്മളെടുത്ത ട്രെയിനിൽ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ അടുപ്പിച്ചിടാനായിട്ട് പറ്റില്ല കേട്ടോ. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് ഇവിടെ കണ്ടങ്ങനെ ലഗേജ് വെക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കണ്ട ഇവിടെ ഇങ്ങനെയുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് റീഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടാം, അല്ലെങ്കിൽ ഓഫ് ആക്കി ഇടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അനൗൺസ്മെന്റ് എത്രത്തോളം ഇതിൽ കേൾക്കണം എന്നുള്ളതിന്റെ സ്പീക്കറിന്റെ സൗണ്ട്. പിന്നെ ഇവിടെയും ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇത് കൂടാതെ എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കണ്ടോ ഇത് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് അയ്യോ ഇതെങ്ങനെ കണ്ട സംഭവം കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. പക്ഷെ NS ട്രെയിനിന്റെ അത്രയ്ക്കും ഒരു വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കൂടാതെ നമുക്കിങ്ങനെ നമ്മുടെ ഇത് പേഴ്സണലാക്കി അടച്ചു വയ്ക്കാനും പറ്റും. കണ്ട ഞങ്ങൾക്ക് രണ്ടാൾക്കും വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 സീറ്റും കൂടി ഇങ്ങനെ അടുപ്പിച്ചിടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് രണ്ടാളും ഓപ്പോസിറ്റ് കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റി. പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് തന്നെ ക്യാബിനിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു സൈഡിലായിട്ടല്ലേ കിടക്കുന്നുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞാൻ പിന്നെ നമ്മുടെ പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ടിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും മുത്തുണ്ണിയും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനത് എൻ്റെ മുഖമൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, പേടിക്കരുത്. Actually, we have a small YouTube channel. Really? Yeah. Oh, that's cute. ഞങ്ങൾ ഇത്ര നേരമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഇതിനെന്താ കമ്പാർട്ട്മെന്റ് ആണോ അത്? അല്ലല്ലോ, റൂം. ഈ ഒരു ക്യാബിൻ ഇപ്പൊ കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 2 കപ്പിൾസ് മാത്രമായിട്ട് ഇതിൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. സോ വി തിങ്ക് ലൈക്ക് ദാറ്റ്. ഓ, നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കിഡിൻ്റെ സാൻഡ്വിച്ചും ഉണ്ട്. പിന്നെ വെള്ളം ഉണ്ട് കേട്ടോ. കോഫി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ വിയനായിത്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളെ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 48 hours വിയറ്റ്നാം സിറ്റി ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചെക്കൗട്ട് ചെയ്യാം നമുക്ക്. അയ്യാ 14:10 ഒരാൾക്ക് 48 മണിക്കൂറിന് വേണ്ടിയിട്ട് വരിക കേട്ടോ. എന്താ വരാത്ത ടിക്കറ്റ്? വരുന്നുണ്ട്. ഓ ഓക്കെ, ഫസ്റ്റ് ടിക്കറ്റ് വന്നു. ഇതാണ് ടിക്കറ്റ് കേട്ടോ. സെക്കൻഡ് ടിക്കറ്റ് വന്നു. അതേപോലെ റെസീറ്റും വരും. കണ്ടോ, ഇതാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാനായിട്ട് പറ്റും. സോ നമ്മളിപ്പോ ഓസ്ട്രിയയിലെ വിയനയിലെത്തി. ട്രെയിൻ ഇറങ്ങി ടിക്കറ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടൽ റൂമിലാണ്. ഹോട്ടൽ റൂമിൽ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കാണ് അതിന്റെ ചെക്കൗട്ട്. പക്ഷെ നമ്മളിപ്പോ 12 മണി ആവാറായില്ല. അപ്പൊ നമുക്ക് ബാഗ് ഈ ലഗേജ് അവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ബ്രഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാണ് ഗൈസ്. അപ്പൊ നമുക്ക് ബ്രഞ്ച് കഴിക്കാൻ പോകും. ആദ്യം ഹോട്ടല്, അത് കഴിഞ്ഞിട്ട് ബ്രഞ്ച്. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹോട്ടൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് 130 യൂറോയാണ്. പക്ഷെ അതിനുള്ളത് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്തതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ വല്ലാണ്ട് ബഡ്ജറ്റ് പോവാണ്ട് നമുക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ നോക്കി എടുത്തതാണ് ഇത്. ആൻഡ് നമുക്ക് ടൗണിനോട് ഭയങ്കര അടുത്തുമാണ് നിൽക്കണം. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. സോ നമുക്ക് നമ്മുടെ ഹോട്ടലിന്റെ ടൂർ കണ്ടല്ലോ. അപ്പൊ നമ്മൾ കയറി വരുന്നത് ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു മിനി ബാർ ആൻഡ് സം സ്നാക്സ് ഉണ്ട്.
പക്ഷെ ഇതിനൊക്കെ പേ ചെയ്യണം നമ്മൾ ഓൾറെഡി ഇതാണ് അതിന്റെ റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്തതിനനുസരിച്ച് നമ്മൾ അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. കോഫി ഫ്രീ ആണ്, കോഫി ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെയും കുറച്ച് കണ്ടോ ചിൽഡ് സാധനങ്ങളുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വലിയ മിററുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ അതാ ഇവിടെ ഒരു ബെഡ്. അത്ര വലിയ നല്ലത് എന്ന് ഞാൻ പറയില്ല, നല്ല ഹാർഡാണ്. ഓക്കെ, അപ്പൊ ഈ ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു TV ഉണ്ട്. പിന്നെ പുറത്തേക്കുള്ള ഒരു ചെറിയ ഇതുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ബിൽഡിങ്ങുകൾ തന്നെ. ആൻഡ് വാഷ്റൂം കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു ടേബിളും ഇരിക്കാനുള്ള ചെയറും. ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. കിച്ചൺ കുറച്ചിടത്തായിട്ട് വരും. പിന്നെ ഇവിടെ ചെറിയ വാഷിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, പക്ഷെ നല്ല കാശുണ്ട്. എനിക്ക് എസ്പെഷ്യലി നമ്മള് ഓസ്ട്രേലിയയിലൊക്കെ വരുമ്പോ 130 നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിലും ചെറുതിന്റെ ഉണ്ടാവും. സോ നിങ്ങൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ഓഫറുകൾ നമുക്ക് കിട്ടും. Airbnb-കൾ കിട്ടും. ഞാൻ ബുക്ക് ചെയ്ത് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു തോറ്റുമ്പോ പോകുന്നതാണ് ഇപ്പൊ ഇത്. അപ്പൊ നമുക്ക് ചെറുതായി ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്തേക്ക് പോവാം. ഓക്കെ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാം എന്നായിരുന്നു എന്നുണ്ടെങ്കിലും വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങളിതാ നേരെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും നല്ല ടാക്കോസ് കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ടെന്ന് കണ്ടു. ഒന്നും നോക്കിയില്ല, നമ്മൾ അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ നമുക്കൊരു ലിസ്റ്റ് തന്നു. അതിൽ നമ്മളോട് 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ആ 3 ടാക്കോസാണ് നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ വന്ന പാടെ അവർ സ്ട്രെസ്സാണ് തന്നിരിക്കുന്നത്. അങ്ങനെ അവസാനം ആ ഒരു 3 എണ്ണം സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തു കേട്ടോ. ഒപ്പം 2 ഡെസ്പെറാഡോ ബിയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് അതിങ്ങനെ കുടിച്ച് നമ്മുടെ ടാക്കോസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ കുറേ പേര് പാഴ്സൽ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ സെൽഫ് സർവീസാണ്. അതായത് നമ്മൾക്ക് ആ ഇറച്ചി ആ ഒരു കുബൂസ് പോലത്തെ സാധനത്തിൽ, കുബൂസ് അല്ലല്ലോ, ടോട്ടിലിയാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു സംഭവത്തിൽ നമുക്കത് ഇട്ട് തരും. ബാക്കി നമുക്ക് ടോപ്പിങ്സ് എന്താ വേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെതാ ഞാൻ കണ്ണി കണ്ടതൊക്കെ എടുത്ത് അതിലിടുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. സംഭവം പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിശപ്പ് മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അതായത് ജസ്റ്റ് നമുക്കൊരു ബിയറിനുള്ള ടച്ചിങ്സ് പോലെയാണ് എനിക്കത് തോന്നിയുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കൊരു സമാശ്വാസമായല്ലോ. അതായത് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളിലോട്ട് ചെന്നിട്ടുണ്ടല്ലോ, ബാക്കി നമുക്ക് അടുത്തതിൽ നികത്താം എന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ വട്ടം കാണാൻ വന്നിരിക്കുന്നത് ആകെ ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1-2 സ്ഥലം കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ വിയനെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. നമ്മൾ ചില്ല് ചെയ്ത് നടക്കും. ഒപ്പം എനിക്ക് ക്രിസ്മസ് മാർക്കറ്റ് കാണണം. ഞാനൊരു വീഡിയോ കണ്ടു, യൂറോപ്പിലെ ലാർജസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റാണ് നമ്മുടെ വിയന്നയിലുള്ളത് എന്നുള്ളത്. അപ്പം അത് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വെള്ളം വാങ്ങണം. പിന്നെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം. ഓക്കെ, വെള്ളം വാങ്ങണം, സ്നാക്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലിലേക്കാണ് പോകണം. ബില്ലാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. സോ അവിടെ പോയിട്ട് നമുക്ക് വെള്ളവും എന്തെങ്കിലും സ്നാക്സും വാങ്ങാം. 2 കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ വട്ടവും നമുക്ക് പറ്റുന്ന പറ്റാണ്. നമ്മൾ സ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടറാണെന്ന് വിചാരിച്ച് വാങ്ങുന്നത് എല്ലാതും ഒന്നില്ലെങ്കിൽ സ്പാർക്കിളിങ്ങോ അല്ലെങ്കിൽ സോഡ ടൈപ്പോ ആണ് കിട്ടാറ്. അപ്പോൾ ഈ വട്ടം തൊട്ട് നമ്മൾ എപ്പോഴും ചോദിച്ചിട്ടാണ്, അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഇതാ മുത്തുണ്ണി കുറച്ച് സ്നാക്സ്, ഇങ്ങനത്തെ കുറച്ച് ബൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അവന് എങ്ങാനും വിശന്നാലോ ഹോട്ടലിൽ വെച്ചിട്ട് ഇനി നമുക്ക് തിരിച്ചൊരു ഇറങ്ങൽ നടക്കില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ബ്രെഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് തിരിച്ചു തന്നെ വഴിക്കാണ് ഞാൻ നമ്മുടെ കനി കുസൃതി അല്ലേ, കുസൃതിനെ കണ്ടത്. കണ്ടോ, നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ല ഇത് നമ്മുടെ അവാർഡൊക്കെ കിട്ടിയല്ലേ, കാൻസ് അവാർഡ്, ഫെസ്റ്റിവലിന്റെ കാൻസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ അവിടെ ഇങ്ങനെ എന്താ പറയാ, ഫിലിം നടക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ, ഈ ദിവസങ്ങളില്. ഓ പ്രൗഡ്
പ്രൗഡ് മൊമെന്റ്സ്. യെസ് ഗൈസ്, അപ്പോ ഞങ്ങൾ ഇതാ വന്ന് കിടന്ന് ഉറങ്ങി ഫ്രഷായി നല്ല കുട്ടികളായി ഇനി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇപ്പൊ ഞങ്ങളുടെ മുഖത്ത് ഭയങ്കര ഉത്സാഹം കാണുന്നുണ്ടല്ലേ, വേറെ ഒന്നല്ല, ഉറക്ക ക്ഷീണായിരുന്നു. ഇപ്പൊ ഏകദേശം 5 മണി ആവാറായിട്ടുണ്ട്. 5:30. ഓ 5:30 ഗൈസ്. അപ്പൊ എന്തായാലും സൂര്യൻ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ക്രിസ്മസ് മാർക്കറ്റിൽ പോയാലോ? നമ്മള് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നതല്ലേ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളിതാ മെട്രോയിലാണ് പോകണേ. നമ്മുടെ ഓസ്ട്രിയൻ മെട്രോ നമുക്ക് കാണാനുണ്ട്. ഓ ഫുൾ ആൾക്കാരാണല്ലോ ഗൈസ്. അത് ഇവിടെ കുറച്ച് ഒഴിവുണ്ട്, ഇവിടെ കയറാം. അങ്ങനെ നമ്മള് ഷോൺബൺ പാലസിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജനസാഗരമാണ്. ഞങ്ങള് ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കാരുണ്ടാവുമെന്ന് പറഞ്ഞപ്പോ ഇത്ര ആൾക്കാരുണ്ടാവുന്ന പ്രതീക്ഷയാണ്. നോക്കിയാൽ വഴി തെറ്റി പോവാതെ നമ്മൾ തിരിച്ചു വരണം. അപ്പൊ നമുക്ക് അങ്ങനെ പോയാലോ? ഇവിടെ കുറെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അതിലൊരു ഫേമസ് ആയിട്ടുള്ള കേട്ടോ നമ്മളിപ്പോ പോണേ. കമോൺ. ഈ പാലസിന്റെ മുൻപിലെ ഗാർഡൻ സമ്മർ ടൈമിൽ ഭയങ്കര രസമാണ്. വിന്റർ ആവുമ്പോൾ അത് ക്രിസ്മസ് മാർക്കറ്റ് ആവും. ഗൈസ് കുറച്ചു നേരം കിട്ടിയപ്പോ ഞങ്ങൾ തല്ലുകൂടി ഗൈസ്. ഇവനെ ഞങ്ങൾ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നടക്കായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവനെ കാണുമാണ്ടാണ്. ഇവൻ പോയിട്ട് വീഡിയോ എടുക്കാൻ പോയി. ഈ ആളും ഇത്ര അധികം തിരക്കിന്റെ ഇടയിൽ എന്നെ കാണുമാണ്ട് പോയാൽ നീ എന്നെ എവിടെ നിന്ന് കണ്ടുപിടിക്കൂ? ഇപ്പൊ മുന്നും പിന്നാണ്ട് നിക്കാട്ടാ. എന്നിട്ട് ഞാൻ കുറച്ചേരം ഒളിച്ചിരുന്നത് എവിടെയൊക്കെ എന്നെ തപ്പി പോടേന്നുള്ളത് നോക്കാനായിട്ട്. അപ്പൊ അവിടെ നിന്ന് റൗണ്ട് അടിക്കുക. കുറച്ച് എനിക്ക് മനസ്താപപ്രകടനം തോന്നി, ഞാൻ വിളിച്ചു. ഇവിടെ വന്നപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇതേപോലെ ഒരു ഫ്രെയിമില് നമ്മളെത്ര നമ്മുടെ രണ്ടാളുടെയും സെറ്റാക്കി അവർ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ തരും. ഒരാൾക്ക് 19 യൂറോയും രണ്ടാൾക്ക് 29 യൂറോയും ആണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് അവിടെ. ഞങ്ങൾക്കത് ചെയ്യിക്കണം എന്നുണ്ട്, പക്ഷെ ഭയങ്കര തിരക്കാണ്. കുറച്ച് ഇങ്ങോട്ട് നോക്കിയാ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് അവിടുത്തെ എന്തെങ്കിലും ഒതൻറ്റിക് ആയിട്ടുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സംഭവം കണ്ടത്. പൊട്ടറ്റോ സ്റ്റഫ്ഡ് വിത്ത് ബീഫ്, അങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് പരീക്ഷിക്കാം എന്നുള്ളത്. ഇതിൻ്റെ ജർമ്മൻ നെയിം എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വലിയ സാഹസ്യത്തിന് മുതിരുന്നില്ല. അങ്ങനെന്താ ഇതാണ് ആ ഒരു സംഭവം. ക്യാബേജിൻ്റെ എങ്ങനെയുണ്ട്? എനിക്ക് ബീഫ് കിട്ടിയിട്ടില്ല. നമ്മുടെ കോഴിക്കൊട്ടില്ലേ, അതിൻ്റെ ഉള്ളില് ബീഫ് പോലെ. നമ്മള് ഐസ് സ്കേറ്റിംഗ് കണ്ടപ്പോ അവിടെ നിന്നതാണ് കേട്ടോ. ഞാനിത് എന്റെ ആംസ്റ്റർഡാമിലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായത് തന്നെയാണ്. ഇത് ചെറിയ ക്രിസ്മസ് മാർക്കറ്റാണ്. ഞാൻ ഉദ്ദേശിച്ച മാർക്കറ്റ് ഇതല്ല. നമുക്ക് ഇവിടെ കുറച്ച് നേരം തിരിച്ചിട്ട് നമുക്ക് മെയിനിലേക്ക് പോവാട്ടോ. വേറൊരു വലിയ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കണ്ട് ഇറങ്ങി. ഇനി അടുത്തത് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വിയന്ന ഓൾഡ് ടൗണും കൂടി കാണണം. ഇപ്പോൾ ലേറ്റ് കിട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇനി ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ മെട്രോ കാത്ത് നിൽക്കുകയാണ്. മെട്രോ പഴയ മെട്രോ ആണ് കഴിച്ചു. അങ്ങനെ ഞാൻ പോരുന്ന വഴിക്ക് ഒരു കുട്ടിയോട് ചോദിച്ചു ഇവിടെ ഏതാണ് വേറെ നല്ല ക്രിസ്മസ് മാർക്കറ്റ് എന്ന്. അപ്പോൾ കുട്ടി വേറെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ആ കുട്ടി സജസ്റ്റ് ചെയ്ത് തന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോന്നിരിക്കുന്നത്. നോക്കി നല്ല പ്രൗഢിയാർന്ന കെട്ടിടങ്ങളുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോവാം. ഞാനൊരു വീഡിയോ കണ്ടു, ഷൂ പോലെ കപ്പില് ഗ്ലൂ വൈൻ കുടിക്കുന്നത്. അത് നോക്കിയിട്ടാണ് ഞാൻ ഈ നടക്കണത്. അതേത് ക്രിസ്മസ് മാർക്കറ്റിൽ കിട്ടുന്നു അവിടെ വരെ ഞങ്ങൾ നടക്കും. അല്ല കുട്ടിയെ അടച്ചു പോകേണ്ടിയിരുന്നാ മതിയായിരുന്നു. നമുക്ക് പോവാം. മറ്റേ ക്രിസ്മസിന് മാർക്കറ്റിനേക്കാളും തിരക്കാണ് ഗൈസ് ഇവിടെ. ഇവിടെ ഈ കടയുടെ മുമ്പിൽ അടി കൂടുകയാണ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ഷൂ ഉള്ള ഗ്ലൂ വൈൻ തന്നെ വേണം. നമുക്ക് തപ്പാൻ പോവാം. അവിടെ നിന്ന് ഷൂ ഷേപ്പിലുള്ള ഇത് കിട്ടിയില്ല ഗൈസ്. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ അടച്ചു. 24-ാം തീയതി വരെ കണ്ടൊക്കെ ഉള്ളൂ, അതൊക്കെ അടച്ചു. അപ്പൊ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിറച്ച് ബോർഡുകൾ തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ നടന്ന് നോക്കാണ്. അവിടെ ഒരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. എന്റെ ആഗ്രഹം സാധിക്കാതെ പോകുമോ ഗൈസ്? വാ. ഇവിടെ എത്തിയപ്പോഴും എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ, നമ്മൾ ന്യൂയോർക്കിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ന്യൂയോർക്കിന്റെ കുറച്ചും കൂടി ഒരു സേഫസ്റ്റ് വേർഷൻ അതാണ് എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയത്. കാരണം അതേപോലത്തെ ആൾക്കാരും ലൈറ്റും കാര്യങ്ങളും ടാക്സികളും അങ്ങനെ എല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു ന്യൂയോർക്കിന്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ
കുറച്ചുകൂടി സേഫാണ്, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുമാണ്. അതാണ് എനിക്ക് മാറ്റുന്നത്. നോക്ക് എന്നെ ചുറ്റി കാണിച്ചു കൊടുക്കൂല ഗൈസ്. ഫുഡ് കഴിക്കണം കഴിച്ചില്ല തുടങ്ങി ഇവഞ്ഞ് ചൂടായി തുടങ്ങും. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കൂടി തപ്പണം. പക്ഷേ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കണം, അത്ര വലിയ ക്യൂ ആണ് ഫുഡ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രിയൻ ഡിഷ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഈ ഇതിന്റെ മുൻപത്തെ ക്യൂ നോക്കി, ഇവിടെ എവിടെ ചെന്നാലും ക്യൂ ആണ്. നമുക്ക് എവിടെ നിന്ന് ഫുഡ് കിട്ടും ഗൈസ്? പോയി നോക്കാം. വേറെ ഷോപ്പും കൂടി അടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കി നോക്കാം. ഫുഡ് കിട്ടാണ്ട് അലഞ്ഞ് തിരിഞ്ഞ് 1 കിലോമീറ്ററോളം നടന്ന് ഞങ്ങളിപ്പോൾ ഒരു ബർഗർ കിങ്ങിൽ കയറി. വേറെ എവിടെ ഒരു സ്ഥലമല്ലേ കൈസ് ഒന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റണത്? ബർഗർ കിങ്. ഞാൻ ഈ ട്രിപ്പിന് വന്നപ്പോൾ ബർഗർ കിങ്ങിന് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം നമ്മൾക്ക് തുണ ആള് മാത്രമായി. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ, ആ ഒരു ആംബിയൻസ് ഉണ്ട്. ബർഗറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ മുത്തുണ്ണിക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആൾ ചൂടായി തുടങ്ങി. മുത്തുണ്ണി ചൂടാവും ഒറ്റ കാര്യത്തിന് മാത്രമാണ്, വിശക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആൾ ചൂടായി തുടങ്ങി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പം ആൾ വീണ്ടും ചിരിച്ചു തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയായിരുന്നു അവനോട്, ഇനി മുതൽ പുറത്ത് പോകുമ്പോൾ കുറച്ച് പാലും ബിസ്ക്കറ്റും ഒക്കെ മുത്തിന് കൊണ്ട് നടന്നു തരാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇപ്പം ആൾ ചിരിച്ചു തുടങ്ങി. ഇത്ര നേരം ചിരിയും കളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി അവിടെ ആ ക്യൂല് മുഴുവൻ നിന്ന് ഫുഡ് കിട്ടി കഴിയുമ്പോൾ ആകെ ബഹളവും. അപ്പോൾ അതാ ബർഗർ കിങ്ങാണ് ഞങ്ങൾ അവസാനം രക്ഷിച്ചത്. ഇന്നത്തെ ഡിന്നർ നമ്മൾ കുറച്ച് നല്ല ഗ്രാൻഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ക്യൂവും കാര്യങ്ങളും ഒക്കെ കാരണം കൊണ്ട് നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാളെ നൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ആംസ്റ്റർഡാമിലേക്ക് പോവുകയും ചെയ്യും. സോ ഞങ്ങൾ വിചാരിച്ചു നമ്മൾക്ക് ഒരു ബാർ സെറ്റപ്പിൽ കൂടി കയറിയാലോ, അതിട്ട് എന്തെങ്കിലും കൂടി അടിച്ചാലോ, നല്ലതല്ലേ? അപ്പോൾ മുത്തുണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിം ലൈറ്റും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ഹൂഗോയുമാണ് കേട്ടോ. അവൻ്റെ നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. എനിക്ക് അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ര പോരാ എന്നുള്ള ഒരു മുഖഭാവമാണ് നിങ്ങൾ എന്നിലൂടെ കാണുന്നത്. ഞാൻ അടിച്ചു കഴിഞ്ഞാലും എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിരിക്കില്ല കേട്ടോ. അതായത് ഞാൻ കുറച്ച് ഹൈ ആയാൽ എല്ലാവർക്കും മനസ്സിലാവുക ഞാൻ ചിരിച്ചു തുടങ്ങും എന്നുള്ളതാണ്. കുറച്ച് നേരം കൂടുതൽ ചിരിക്കും, അത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അല്ലാതെ എന്നെക്കൊണ്ട് അങ്ങനെ ആർക്കും ഒരു ഉപദ്രവമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എനിക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ മുത്തുണ്ണി ഒപ്പവും വേണം. കാരണം ആ ഒരു കംഫർട്ട് സോൺ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. കാരണം ഞാൻ തന്നേക്ക് സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അവനുണ്ടെങ്കിലാണ് എനിക്ക് ആ ഒരു കംഫർട്ട് സോൺ വരാറുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് ചില്ല് ചെയ്യാൻ പോയതാണ് ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ആ സ്ഥലവും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി മുത്തുണ്ണി ഒന്ന് നോക്കിയാടാ, ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ പോവുമായിരുന്നു. അപ്പോഴാണ് ഈ സ്ഥലം കണ്ടത് കേട്ടോ. നിങ്ങൾ ഒരുവിധം എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു റീബണിലെ. മുത്തുണ്ണി പറയുന്നുണ്ട് ഫേമസ് ഒന്നല്ല, ഞാനൊന്നും കണ്ടിട്ടില്ലാന്ന്. പക്ഷെ ഇത് ഫേമസ് ആണ്. മുത്തുണ്ണി വിയറ്റ്നായുടെ ക്രിസ്മസ് മാർക്കറ്റ് എടുക്കുമ്പോൾ വരുന്ന ഒരു പിക്ചറുകളിൽ ഒന്നാണിത്. അതങ്ങനെ കണ്ടു കിട്ടി ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതുവരെ എല്ലാവർക്കും ബൈ.